നിഷ ദിലീപ്. നിഷ നോക്കൂ, ആരിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടേണ്ടത്? അതായത് ഇപ്പോൾ ഈ പരസ്യം നൽകിയ സ്ഥാപനങ്ങളുടെ പേരുകൾ, അതിൻ്റെ ഉടമകളൊക്കെയും ഒരു സമുദായത്തിൽ തന്നെ നിൽക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ പ്രകോപിപ്പിക്കുന്നത്? പോലീസ് എന്താണ് പറയുന്നത്? കൃഷ്ണരാജ്, ഈ വിഷു ദിനത്തിൽ സമാന സ്വഭാവമുള്ള ചില ഹോട്ടലുകൾ ഒരേ രീതിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ അവഹേളിക്കുന്ന രീതിയിൽ പോസ്റ്ററുകൾ, ആശംസാ കാർഡുകൾ എന്ന വ്യാജേന അടിച്ചിറക്കുന്നു. കൃത്യമായി തന്നെ ഇത് വലിയ വിവാദമായതോടുകൂടി ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞ പ്രശ്നം അവസാനിപ്പിക്കാമെന്ന് കരുതി ഉടമകളൊക്കെ രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതിന് പിന്നിൽ കൃത്യമായ ഒരു അജണ്ട ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാരണം ഇത് ചേർത്തലയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. ചേർത്തലയിൽ മാത്രമല്ല, അതേ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് സംസ്ഥാനത്ത് പല സ്ഥലത്ത് നിന്നും, ഏതാണ്ട് 5ഓളം സ്ഥലങ്ങളിൽ നിന്നും ഉള്ള ഹോട്ടലുകളാണ് ഇത്തരത്തിൽ ഭഗവാൻ കൃഷ്ണനെ പല രീതിയിൽ ഈ നോൺ വെജ് ആഹാരങ്ങൾക്ക് മുന്നിൽ കൊണ്ടിരുത്തി അല്ലെങ്കിൽ കയ്യിലെടുത്ത് ആ രീതിയിലൊക്കെയുള്ള ആശംസാ കാർഡുകൾ പുറത്തിറക്കിയത്. തീർച്ചയായും ഇത് ഒരു തെറ്റ് പറ്റിയത് കൊണ്ടോ ചേർത്തലയിലെ കടയുടമ ന്യായീകരിക്കുന്നത് പോലെ ഇത് കാർഡ് ചെയ്യാൻ കൊടുത്ത ആളുകൾക്ക് വന്ന ഒരു മിസ്റ്റേക്ക് ഒന്നുമല്ല. കൃത്യമായ ഒരു ബുദ്ധി കേന്ദ്രത്തിൽ നിന്നും കൃത്യമായ ഒരു അജണ്ടയിൽ ആ വിഷു ദിനത്തിൽ തന്നെ ഒരു ടെസ്റ്റ് ഡോസ് എന്നുള്ള രീതിയിൽ ഇറക്കിയ ഒരു പോസ്റ്ററാണെന്ന് നമുക്ക് പറയാൻ. കാരണം കൃത്യമായി തന്നെ ആ ഒരു ദിവസം ഹൈന്ദവരായ ആളുകൾ പ്രതികരിച്ചില്ലെങ്കിൽ അതുപോലെ ഇനിയും ഒരുപാട് ഉത്സവങ്ങളും ഇതുപോലെ പ്രധാനപ്പെട്ട ദിവസങ്ങളും ഒക്കെ വരുമ്പോൾ ഇത്തരത്തിൽ ഹൈന്ദവ ഭഗവാന്മാരെ അവഹേളിക്കുന്ന രീതിയിൽ പോസ്റ്ററുകളൊക്കെ ഇറക്കാം എന്നുള്ള ഒരു കൃത്യമായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു ടെസ്റ്റ് ഡോസ് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ വിഷുദിനത്തിൽ ഇത്തരത്തിൽ ഭഗവാൻ കൃഷ്ണനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പോസ്റ്ററുകൾ അടിച്ചിറക്കിയത്. വലിയ പ്രതിഷേധം ഉണ്ടായ ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു ആശംസാ കാർഡുകൾ പിൻവലിക്കുകയും അതിനെതിരെ മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഈ പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ല. കാരണം വലിയ രീതിയിൽ തന്നെ ഹൈന്ദവ വിശ്വാസികളുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ഇത്തരത്തിൽ വിഷുദിനത്തിൽ ഈ മലയാളികളൊക്കെ ഈ ഒരു പോസ്റ്റർ കണി കണ്ട് എഴുന്നേറ്റത്. ആ രീതിയിൽ വലിയ പ്രതിഷേധം ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഹൈന്ദവ സംഘടനകളുടെ മാത്രമല്ല, ഏതൊരു ഹിന്ദുമത വിശ്വാസികളുടെയും മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ആ ഒരു പോസ്റ്റർ കാണുന്ന ഏതൊരാൾക്കും തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അലയടിച്ചുയർന്നതും അതൊരു വലിയ പ്രതിഷേധമായി തീർന്നതും ഒടുവിൽ ഹിന്ദു സംഘടനകളുടെ വലിയ പ്രതിഷേധത്തിലൊക്കെയൊക്കെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നതും. ചേർത്തലയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഹോട്ടൽ ഉടമയെയും കൂടെയുള്ള അവരുടെ പങ്കാളികളെയും ഒക്കെ അറസ്റ്റ് ചെയ്തെങ്കിൽ പോലും 2 പേരെയാണ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരിക്കുന്നത്. ഈ 2 പേർക്കെതിരെ കേസെടുക്കുമ്പോൾ ഇപ്പുറത്ത് പ്രതിഷേധിച്ച നിരവധി ആളുകൾ 10ഓളം പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ കണ്ടാൽ അറിയാവുന്ന, അതായത് ഹിന്ദു ഐക്യവേദി നടത്തിയതും പ്രകടനത്തിൽ അല്ലെങ്കിൽ പ്രതിഷേധധാരണയിൽ പങ്കെടുത്ത ആളുകൾ, കണ്ടാലറിയാവുന്ന ആളുകൾക്കൊക്കെ എതിരെ കേസെടുക്കുന്നു. കാരണം എന്തിനാണ് അവർ പ്രതിഷേധിച്ചത്, അവരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തിയപ്പോൾ അവർ ഏത് രീതിയിൽ പ്രതിഷേധിച്ചു എന്നൊന്നും അവിടെ കൃത്യമായ ഉത്തരം അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പറയും.